നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ടല്ലോ അല്ലേ? ഇന്ന് നമ്മൾ പോകുന്നത് മറ്റെങ്ങുമല്ല, കേരളത്തിലെ ഫസ്റ്റ് ട്രൈബൽ ഹെറിറ്റേജ് വില്ലേജ് ആയിട്ടുള്ള എന്നൂരിലേക്കാണ്. വയനാട് ജില്ലയിലെ വൈത്തിരിക്കടുത്തുള്ള പൂക്കോട് എന്ന സ്ഥലത്താണ് എന്നൂർ സ്ഥിതി ചെയ്യുന്നത്. ഏഷ്യയിലെ തന്നെ മണ്ണുകൊണ്ട് നിർമ്മിച്ച ഏറ്റവും വലിയ ഡാമായിട്ടുള്ള ബാണാസുര സാഗർ ഡാമിൻ്റെ ഷട്ടറാണ് ഈ കാണുന്നത്. ഈ ഡാം സ്ഥിതി ചെയ്യുന്നത് പടിഞ്ഞാറത്തറയിലാണ്. ഈ ഡാമിൻ്റെ മുന്നിൽ കൂടെ പടിഞ്ഞാറത്തറ ടൗൺ ടച്ച് ചെയ്യാതെ നമുക്ക് വൈത്തിരിയിലേക്ക് ഇവിടുന്ന് തിരിഞ്ഞു പോകാൻ പറ്റും. ഈ ഒരു സ്ഥലത്ത് നിന്ന് നമ്മൾ റൈറ്റ് എടുത്ത് പോയിട്ടുണ്ടെങ്കിൽ അങ്ങേ അറ്റം വരെ ഡാമിൻ്റെ റിസർവോയറിൻ്റെ ബ്യൂട്ടി ആസ്വദിച്ചുകൊണ്ട് നമുക്ക് പോകാൻ പറ്റും. നോക്കൂ, ഈ കാണുന്ന സ്ഥലമൊക്കെ അടിപൊളി സ്ഥലങ്ങളാണ്. വേണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്നൊക്കെ താഴേക്ക് ഇറങ്ങാം. പക്ഷേ നമ്മുടെ പ്രയോറിറ്റി ഇന്ന് എന്നൂരായതുകൊണ്ട് നമ്മൾ എവിടെയും നിർത്തുന്നില്ല, നേരെ എന്നൂരിലേക്ക് പോവുകയാണ്. അറിയാലോ, വയനാടാണ്. നമ്മൾ എതിലൂടെ വണ്ടി ഓടിച്ചിട്ടുണ്ടെങ്കിലും ഒരു മിനിമം പ്രകൃതി ഭംഗി നമുക്ക് എവിടെയും കാണാൻ പറ്റും. അങ്ങനെയാണ് ഈ റൂട്ട് മൊത്തം. നമ്മൾ വൈത്തിരി എത്തുന്നവരെ ഭയങ്കര പച്ചപ്പ് ഹരിതാഭയാണ്. നല്ല 2-3 ഹെയർ പിൻ ബെൻഡുള്ള റൂട്ടാണ്. ചുരം പോലെ ഉണ്ടാവും ഇവിടുന്ന് കുറച്ച് ദൂരം വണ്ടി ഓടിക്കാൻ വേണ്ടിയിട്ട്. എന്തൊരു രസമാണല്ലേ ഈ എസ്റ്റേറ്റിനുള്ളിൽ കൂടെ വണ്ടി ഓടിക്കാൻ. കൊച്ചിയിൽ നിന്ന് ഞാൻ ബൈക്ക് എടുത്ത് വീട്ടിലേക്ക് വരുന്ന സമയത്ത് രാവിലെ 3 മണിക്കൊക്കെ ആയിരിക്കും ഇവിടെ എത്തുക. ഈ ഒരു ഏരിയ എത്തി കഴിയുമ്പോൾ നമുക്ക് അവിടെ വണ്ടി നിർത്തി ഒറ്റയ്ക്ക് ആ ഒരു ഇരുട്ട് നമുക്ക് കുറേ നേരം എൻജോയ് ചെയ്യാൻ പറ്റും. അത്ര രസമുള്ള റൂട്ടാണത്. കണ്ടില്ലേ വൈത്തിരി ബോർഡ്? നമ്മൾ നേരെ വൈത്തിരി പോയിട്ട് വൈത്തിരി ടൗണിൽ നിന്ന് റൈറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ നേരെ കോഴിക്കോട് എത്തും. ഈ ഒരു ഏരിയ എത്തുമ്പോഴത്തേക്ക് നമ്മുടെ മരങ്ങളുള്ള ഏരിയ കുറഞ്ഞിട്ട് കൂടുതൽ ടീ എസ്റ്റേറ്റുകളിലേക്ക് മാറുകയാണ്. ഇവിടുന്ന് അങ്ങോട്ട് മൊത്തം ടീ എസ്റ്റേറ്റുകളാണ്. അങ്ങനെ നമ്മൾ വൈത്തിരി ടൗണിലെത്തിയിരിക്കുകയാണ്. ഇവിടുന്ന് റൈറ്റ് എടുത്തിട്ടാണ് നമുക്ക് എന്നൂരിലേക്ക് പോകേണ്ടത്. അതുപോലെ തന്നെ താമരശ്ശേരി ചുരം ഇറങ്ങി കോഴിക്കോടേക്ക് പോകാനും ഇതേ റൈറ്റ് തന്നെയാണ് എടുക്കേണ്ടത്. ഇതാണ് കൽപ്പറ്റ കോഴിക്കോട് റൂട്ട്. അങ്ങനെ വൈത്തിരി ടൗണിൽ നിന്ന് നമ്മൾ റൈറ്റ് കട്ട് ചെയ്ത് നേരെ എന്നൂരിലേക്ക് പോവുകയാണ്. അങ്ങനെ നമ്മൾ പൂക്കോട് എത്തിയിരിക്കുകയാണ്. ഇവിടെ നമുക്ക് വെറ്റിനറി കോളേജിൻ്റെ ഒരു എൻട്രൻസ് കാണാം. അങ്ങോട്ട് കയറരുത്, കുറച്ചും കൂടി മുന്നോട്ട് വന്നു കഴിയുമ്പം ഇവിടെ റൈറ്റിലേക്കൊരു ഡീവിയേഷൻ കാണാം. ഈ റൈറ്റ് എടുത്തിട്ടാണ് നമുക്ക് നമ്മുടെ ടിക്കറ്റ് എടുക്കേണ്ട കൗണ്ടറിലേക്കും അതേപോലെ തന്നെ ജീപ്പ് സഫാരിക്കെല്ലാം പോകേണ്ട സ്ഥലം വരുന്നത്. ₹50 കാറിൻ്റെ പാർക്കിംഗ് ചാർജ് വരുന്നത്. അങ്ങനെ കാർ അവിടെ പാർക്ക് ചെയ്ത് നമ്മൾ മുന്നിൽ കാണുന്ന ടിക്കറ്റ് കൗണ്ടറിലേക്ക് പോവുകയാണ്. ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് ജീപ്പിൽ മാത്രമേ നമുക്ക് എന്നൂരിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഏറെക്കുറെ 2 കിലോമീറ്ററോളം മുകളിലേക്ക് നമുക്ക് പോകാനുണ്ട്. ഹലോ, വേറെ ജീപ്പ് കയറി പോരാന്ന് ആണോ? 30 രൂപ ജീപ്പിന്. എത്ര ചേച്ചി ഫീസ് വരിക മൊത്തം? കുട്ടികൾക്ക് എടുക്കേണ്ട ഒരു പ്രവേശന ഫീസ്. ഒരു കൊച്ചുണ്ട് കേട്ടോ, 4 വയസ്സുള്ള. വേണ്ടല്ലോ, താങ്ക് യു. അപ്പോൾ ജീപ്പ് സഫാരി അടക്കം 80 രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ് ചാർജ് ചെയ്യുന്നത്. 8 പേര് ഫില്ലായാൽ മാത്രമേ ഒരു ജീപ്പ് ഇവിടുന്ന് സർവീസ് നടത്തുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് പേഴ്സണലി ഒരു ജീപ്പ് മൊത്തത്തിൽ വിളിക്കാം. 500 രൂപയാണ് അങ്ങനെ ചാർജ് ആവുന്നത്. ഞങ്ങൾ ഓൾറെഡി 5 പേരുണ്ടായിരുന്നതുകൊണ്ട് ഒരു സ്പെഷ്യൽ ജീപ്പ് ഞങ്ങൾക്ക് മാത്രമായിട്ട് ഞങ്ങൾ എടുത്തു. ആദ്യത്തെ കുറച്ച് ദൂരം മാത്രം കുറച്ച് ഓഫ് റോഡ് ഉണ്ടായിരുന്നു. പോകെ നല്ല കോൺക്രീറ്റ് ഇട്ട അടിപൊളി റോഡായിരുന്നു. ആദ്യത്തെ കുറച്ച് ദൂരം ഇതേപോലെ റെസിഡൻസ് ഏരിയ ആണ്. ഇവിടെ നമുക്ക് സ്കൂൾ വരുന്നുണ്ട്, ഒരുപാട് വീടുകൾ വരുന്നുണ്ട്. നമ്മൾ താഴെ നിന്ന് ഇങ്ങോട്ട് മുകളിലേക്ക് കയറുന്നവരെ ഇതുപോലെ കുറച്ച് ആൾക്കാരെ കാണാം. കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പ്യുവർ ഒരു മലയുടെ മുകളിലേക്ക് നമ്മൾ കയറുകയാണ്. നമ്മൾ ടിക്കറ്റ് എടുക്കുന്നത് 2 സൈഡിലേക്കും കൂടിയാണ്. അതായത് നമ്മൾ ഇവിടുന്ന് ടിക്കറ്റ് എടുത്ത് മുകളിലേക്ക് എത്തിയിട്ട് എന്നൂർ കണ്ട് തിരിച്ചിറങ്ങി വരുമ്പം അവിടെ ഏത് ജീപ്പാണോ ഉള്ളത്, ഏത് ജീപ്പിൽ വേണമെങ്കിലും നമുക്ക് കയറിയിട്ട് തിരിച്ചു വരാം. നമ്മുടെ കയ്യിൽ ഒരു ടോക്കൺ നമ്പർ തരും. ആ ടോക്കൺ നമ്പർ അനുസരിച്ച് നമുക്ക് ജീപ്പ് കയറിയിട്ട് തിരിച്ചു വരാം. നല്ല തെളിഞ്ഞു കിടക്കുന്ന അന്തരീക്ഷത്തിലായിരുന്നു ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. സാധാരണ ഡിസംബറിൽ മഞ്ഞുകാലത്ത് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്നൂർ ഒന്നും കാണാൻ പറ്റില്ല, അത്രയും കോടമഞ്ഞായിരിക്കും. പക്ഷേ ഈ ഒരു തെളിഞ്ഞ കാലാവസ്ഥ ആയിരുന്നുകൊണ്ട് ഒരു പ്രത്യേക ഭംഗിയായിരുന്നു ഇത് കാണാൻ വേണ്ടിയിട്ട്.
ദാ നമ്മൾ കയറിപ്പോന്ന ഈ ഒരു റൂട്ട് നമുക്ക് എന്നൂര് മുകളിൽ നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ താഴേക്ക് കാണാൻ പറ്റും. കേരള ഗവൺമെൻറ് ഇങ്ങനെ ഒരു പ്രോജക്റ്റ് തുടങ്ങിയതുകൊണ്ട് ഇവിടെയുള്ള ലോക്കൽ ഡ്രൈവേഴ്സിനൊക്കെ നല്ല ജോലിയുണ്ട് ഇവിടെ. മലഞ്ചെരുവായതുകൊണ്ട് തന്നെ വളരെ വീതി കുറഞ്ഞ റോഡാണിത്. നോക്കിയും കണ്ടൊക്കെ ഓടിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ചാലിൽ കിടക്കും. അങ്ങനെ കയറ്റം കയറി നമ്മൾ എന്നൂരിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ദാ അപ്പോൾ നമ്മൾ എന്നൂരിൻ്റെ എൻട്രൻസിൽ എത്തിയിരിക്കുകയാണ്. ഈ കാണുന്നതാണ് എന്നൂരിൻ്റെ എൻട്രൻസ്. ഇവിടെ വരെയാണ് ജീപ്പ് സർവീസ് ഉണ്ടാവുക. ഇവിടെ മുതൽ നമുക്ക് എന്നൂര് നടന്നു വേണം ആസ്വദിക്കാൻ. അങ്ങനെ താഴെ നിന്നെടുത്ത ടിക്കറ്റ് ഇവിടെ കാണിച്ച് നമ്മൾ നേരെ നടക്കാൻ തുടങ്ങുകയാണ്. ഒയ്ഹോയ് 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 ഒയ്ഹോയ്, ചക്കന്മാരൊക്കെ ഒരേ പൊളി. സംഭവം നല്ല വെയിലായിരുന്നെങ്കിലും നല്ല തണുത്ത കാറ്റടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് നമുക്കൊരു തരി പോലും ക്ഷീണം ഉണ്ടാവില്ല. വളരെ എനർജറ്റിക് ആയിട്ട് നമുക്ക് നടക്കാൻ പറ്റും. നല്ല ഫണ്ട് മുടക്കി ഉണ്ടാക്കിയേക്കുന്ന ഒരു സംഭവമാണിത്. അതുകൊണ്ട് തന്നെ നല്ല വൃത്തിയുള്ള ഒരുപാട് ടോയ്ലറ്റ്സും വിശ്രമ കേന്ദ്രങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ. അങ്ങനെയുള്ള ഒരു ടോയ്ലറ്റും ഒരു വ്യൂ പോയിന്റും കൂടെയാണ് ഈ കാണുന്നത്. 25 ഏക്കറിൽ വിശാലമായി പടർന്ന് പന്തലിച്ച് കിടക്കുന്ന ഈ അടിപൊളി സ്ഥലം കേരള ഗവൺമെന്റിന്റെ ഒരു പ്രൊജക്റ്റാണ്. ഇതുപോലുള്ള രസകരമായിട്ടുള്ള ഒരുപാട് പ്രതിമകൾ ഇവിടെയുണ്ട്. വളരെ രസമാണ് അതിങ്ങനെ നോക്കിയിരിക്കാൻ വേണ്ടിയിട്ട്. പണ്ടൊക്കെ ആദിവാസി കോളനിയിൽ ചെല്ലുമ്പോൾ ഈ വീടിൻ്റെ ഉമ്മറത്ത് ഇതേപോലെ മുട്ടിൽ തലയും കൊടുത്തിരിക്കുന്ന ആദിവാസി സ്ത്രീകളെയും പഴയ കാരണവന്മാരൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനെയൊന്നും കാണാനില്ല. അതിനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ളൊരു പ്രതിമയായിരുന്നു ഇത്. അങ്ങനെ അവിടുന്ന് നമ്മൾ നടന്നു തുടങ്ങി. ഇതൊരു തുടക്കം മാത്രമാണ്. ഇവിടുന്ന് നീണ്ടു നിവർന്ന് കിടക്കുകയാണ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കാണാൻ വേണ്ടിയിട്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ വെയിലാണെങ്കിലും നല്ല തണുത്ത കാറ്റ് കൊണ്ട് നടക്കാൻ ഒരു പ്രത്യേക സുഖമായിരുന്നു കേട്ടോ. അതെ, വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ദാ അവിടെ നിന്നാണ് നമ്മൾ നടന്ന് ഇത്രയും ദൂരം എത്തിയത്. ദേ അടുത്ത പ്രതിമ. എന്ത് രസമാണല്ലോ ഇതെല്ലാം കാണാൻ. നല്ല വലുപ്പമുള്ള പ്രതിമകളാണ് കേട്ടോ അത്. അങ്ങനെ നമ്മൾ അടുത്ത ഒരു വ്യൂ പോയിന്റിൽ എത്തിയിരിക്കുകയാണ്. ഇതുപോലെ നമ്മൾ കുറച്ച് ദൂരം നടക്കും, ഒരു വ്യൂ പോയിന്റിലെത്തും. നമുക്ക് അവിടെ ഒരുപാട് നേരം റെസ്റ്റ് ചെയ്യാം, വീണ്ടും എഴുന്നേറ്റ് നടക്കാം, അടുത്തൊരു സ്ഥലത്ത് പോകാം. അങ്ങനെ ഒരു വൈബാണ് മൊത്തത്തിലൂടെ ഉള്ളത്. ഇതാണ് നേരത്തെ ഞാൻ പറഞ്ഞ റോഡ്. ആ വഴിയിലൂടെയാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. ഈ ഒരു ബിൽഡിങ്ങിൽ ചുമരിലായിട്ട് ഒരുപാട് പെയിന്റിങ്സ് ചെയ്തിട്ടുണ്ട്. ആദിവാസി പാരമ്പര്യത്തിന്റെ ഗോത്ര കലകൾ ഒരുപാട് നമുക്ക് ഈ വാൾ പെയിന്റിങ്സിൽ കാണാൻ പറ്റും. മുന്നേ പറഞ്ഞ പോലെ തന്നെ കണ്ടില്ലേ, മുലയൂട്ടാനുള്ള മുറി, ശുചിമുറി എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല വൃത്തിയുള്ള ഒരുപാട് ഫെസിലിറ്റീസ് ഇവിടെ അവൈലബിൾ ആണ്. അങ്ങനെ അവിടുന്ന് നമ്മൾ നടന്നു തുടങ്ങി. അടുത്ത ഒരു സ്പോട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ നമുക്ക് നല്ല കരിക്കും വെള്ളം, അതേപോലെ തന്നെ ലൈം ജ്യൂസുകൾ, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് ഇവിടുന്ന് കിട്ടും. തിരിച്ചു വരുമ്പോൾ നമ്മൾ കുറച്ചുകൂടി ക്ഷീണിക്കുമല്ലോ, അപ്പോൾ നമുക്ക് അവിടുന്ന് ഒരു നാരങ്ങ വെള്ളം കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അവിടുന്ന് നടന്നു. പോകുന്ന വഴിയിലൊക്കെ ഉടനീളം ഇതുപോലെ ചെറിയ ചെറിയ ഹട്ടുകൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇതുപോലെ ഫോട്ടോ എടുക്കാനുള്ള സംഭവങ്ങളും ഒരുക്കി വെച്ചിട്ടുണ്ട്.
വാളിലുള്ള ഈ ഒരു ഡ്രോയിങ് അടിപൊളിയായിരുന്നു കേട്ടോ. ഭയങ്കര നൊസ്റ്റാൾജിക് ഫീലായിരുന്നു. പണ്ടത്തെ ഈ ആദിവാസി തറവാട്ടിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഇങ്ങനൊരു കാഴ്ച നമുക്ക് എപ്പോഴും കാണാൻ പറ്റുമായിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു ക്രിയേഷനും അടിപൊളിയായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഒരു പ്രത്യേക ഫീലായിരുന്നു സാധനം കാണാൻ. ഇവിടെ എത്തുമ്പം ഇതുപോലെ തന്നെ ഒരു എക്സിബിഷൻ ഹോളുണ്ട്. അങ്ങനെ ഇതാ ഈ കാണുന്നതാണ് നമ്മളെ എന്നൂരിൻ്റെ മെയിൻ വ്യൂ പോയിൻ്റ് എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഒരുപാട് ഹട്ടുകൾ ഇതേപോലെ നമുക്ക് കാണാൻ പറ്റും. കറക്റ്റ് ആദിവാസി പാരമ്പര്യ രൂപത്തിൽ നിർമ്മിച്ചിരിക്കുന്നതാണ് ഈ ഹട്ടുകളൊക്കെ. എന്തൊരു രസമാണെന്ന് നോക്കിയ ഈ ഒരു വഴി കാണാൻ വേണ്ടിയിട്ട്. ആ വഴിക്ക് പോകുന്നതിന് മുന്നേ ഇവിടെ അമ്പെയ്ത്ത് ഗെയിം കളിക്കുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു. അവിടെ കയറി കാണാമെന്ന് വിചാരിച്ചു. അവിടെ എത്തിയപ്പം അവിടെ ഒരു ടീം ഭയങ്കര അമ്പെയ്ത്തായിരുന്നു. നല്ല രസമായിരുന്നു അത് കണ്ടിരിക്കാൻ. ഭാഗ്യം കൊണ്ടില്ല. അങ്ങനെ അടുത്തയാൾ ഒരു 10 മിനിറ്റ് നേരം ഇതുപോലെ ഉന്നം പിടിച്ചു നിന്ന് ഒറ്റ എഴുത്തായിരുന്നു. ഭാഗ്യത്തിന് അതും കൊണ്ടില്ല. ഈ കാണുന്നത് പപ്പടം കുത്തിയാണ് കേട്ടോ. അടുത്തതായി അമരേന്ദ്ര ബാഹുബലി വന്നിരിക്കുകയാണ്. കറക്റ്റ് ചെയ്ത് കൊള്ളിച്ചു കളഞ്ഞ്. അവർ ആ എയ്യുന്നില്ലേ, അതാണ് മൊട്ടമ്പുകൾ. പക്ഷെ ഈ കാണുന്നതാണ് കത്തി അമ്പുകൾ എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ അവിടുന്ന് ഇറങ്ങി നടന്ന് ഓരോ കുടിലേക്കും പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഏരിയ എത്തുമ്പോഴാണ് നമ്മൾ ഈ എന്നൂരിൻ്റെ വീഡിയോസിലൊക്കെ കാണുന്ന പോലത്തെ ചെറിയ ചെറിയ കുടിലുകളുള്ളത്. പഴയ കാലത്തുള്ള ഉരലും മുലക്കൊക്കെ ഇവിടെ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട്. ശരിക്കും നമ്മളെ ആ ഒരു പഴമയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എന്നൂരിന് സാധിക്കുന്നുണ്ട്. ഇതുപോലെയാണ് ഓരോ കുടിലിൻ്റെയും ഉൾവശങ്ങൾ ഇവർ ക്രമീകരിച്ചിരിക്കുന്നത്. ആയിരിക്കുന്ന LED ലാമ്പ് ഒട്ടും ഇതിന് ചേരുന്നുണ്ടായിരുന്നില്ല. ഞങ്ങൾ ഓരോരോ കുടിലുകൾ കണ്ടിട്ട് അടുത്ത് കാണാൻ വേണ്ടി പോവുകയാണ്. മഞ്ഞുകാലത്താണ് നമ്മൾ വരുന്നതെങ്കിൽ ഈ ഒരു ഫീലേ ആയിരിക്കില്ല. അത് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും. മൊത്തം ഫോഗ് വന്ന് മൂടി വേറൊരു ക്ലൈമറ്റ് ആയിരിക്കും അന്നേരം ഉണ്ടാവുക. പഴയ ടൈപ്പ് വിറകടുപ്പിൻ്റെയൊക്കെ മാതൃകകൾ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കണ്ടില്ലേ കുഞ്ഞുങ്ങൾ ഇറക്കാനുള്ള തൊട്ടിൽ. ഇത് മീൻ പിടിക്കുന്ന ഒരു സാധനമാണ്. ഇത് നമ്മൾ വെള്ളം ഒഴുകുന്നൊരു ചാലിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലൂടെ മീൻ കയറി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചിറങ്ങി പോരാൻ മീനിന് പറ്റത്തില്ല. അങ്ങനെ അതൊക്കെ കണ്ട് നമ്മൾ അടുത്തൊരു കുടിലേക്ക് പോവുകയാണ്. വെയിലാണെങ്കിലും ഓൾറെഡി കാറ്റടിക്കുന്നതുകൊണ്ട് നല്ല തണുപ്പായിരുന്നു അവിടെ. അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ കയറുകയാണെങ്കിൽ ശരിക്കും നമ്മളൊരു AC റൂമിൽ കയറിയൊരു ഫീലാണ് ഉണ്ടാവുക.
വിദേശികളടക്കം ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നുണ്ട് കേട്ടോ ഇവിടെ. അങ്ങനെ ഈ കാണുന്ന എല്ലാ ഹട്ടുകളിലൂടെ നമ്മൾ കയറി ഇറങ്ങി തിരിച്ചു പോകാൻ നോക്കുകയാണ്. നല്ല തണുത്തൊരു ലൈം സോഡയും കുടിച്ച് തിരിച്ച് നടന്നു തുടങ്ങി. തിരിച്ച് നമ്മൾ ഗേറ്റിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. ജീപ്പിന് നമ്മൾ സ്പെഷ്യൽ ടിക്കറ്റാണ് എടുത്തേക്കുന്നത്. അതുകൊണ്ട് ഒരു ഫുൾ ജീപ്പ് നമുക്ക് വേണ്ടി ഉണ്ടാകും. അങ്ങനെ ഫൈനലി കുറച്ചു നേരം കാത്തു നിന്ന് നമ്മുടെ ജീപ്പ് വന്നിരിക്കുകയാണ്. കുറച്ചു നേരത്തേക്കാണെങ്കിൽ പോലും നമ്മളെ ആ ഒരു പഴമയിലേക്കും കുറേ നല്ല കാഴ്ചകളിലേക്കും കൊണ്ടുപോയ എന്നൂരിന് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ യാത്ര ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.